ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ അമൃതം പൊടി വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള നല്ലൊരു ലഡുവാണ്. ഒരു രക്ഷയുമില്ല കേട്ടോ, അത്രയും ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ടൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കണത് 1/4 കപ്പ് അമൃതം പൊടിയാണ്. ഇത് റെഡിയാക്കാനായിട്ട് അങ്ങനെ മെഷർമെൻറ്റ് കപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ്സോ ഒരു പാത്രമൊക്കെ അളവിനായിട്ട് എടുത്താൽ മതി. എല്ലാതും അതേ പാത്രത്തിൽ തന്നെ ഒന്ന് അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 30 സെക്കൻഡ് നേരം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഈ ചേർത്തിട്ടുള്ള നെയ്യും അമൃതം പൊടിയും കൂടെ നല്ലപോലെ ഒന്ന് യോജിച്ച് വരാനായിട്ടാണ് നമ്മളിതാ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. 30 സെക്കൻഡ് തന്നെ മതിയാകും. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അമൃതം പൊടിയൊക്കെ കരിഞ്ഞു പോകും. നല്ല രുചിയുള്ള ലഡുവാണ് കേട്ടോ ഇത്. ഒരു തവണയിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നമ്മൾ അമൃതം പൊടിയിലിട്ടിട്ട് ഇതുപോലെ തേങ്ങയൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കണതുകൊണ്ട് നമ്മുടെ ഈ ഒരു സ്വീറ്റിന് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ പെട്ടെന്ന് കേടുവരുവോ ഇല്ല. ഞാനിതിവിടെ ഇളക്കി കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ 9 മിനിറ്റായി. കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്നും മാറിയിട്ടില്ലേ. ഇപ്പോൾ ഇവിടെ നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു പാകമായാൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പിലും കുറച്ച് കുറവായിട്ട്, അതായത് 7 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർക്കണത്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയും ചേർക്കാം കേട്ടോ. പഞ്ചസാര ചേർക്കുമ്പോൾ എന്തായാലും ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോഴാണ് നമുക്കിത് എല്ലായിടത്തും പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടുള്ളൂ. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് 2-3 മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസായി കിട്ടാനായിട്ട് 2 നുള്ള് ഉപ്പും നമ്മുടെ ഈ ഒരു ലഡുവിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കണുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് പാല് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കിയും കൂടെ എടുക്കാം. ഇത് ചൂടുപാലൊന്നുമല്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ള പാല് തന്നെയാണ്. നമ്മൾ ഒറ്റയടിക്ക് പാലൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിതെല്ലാം ഒന്ന് നനഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. പാല് ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് ഒരുപാട് കൂടിപ്പോകാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. പാല് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ലഡു ഒത്തിരി സോഫ്റ്റായി പോവും. അതുകൊണ്ട് ഇതുപോലെ കുറേശ്ശെ പാലൊഴിച്ചിട്ട് മിക്സാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. എനിക്കിതിവിടെ നല്ലപോലെ മിക്സായി കിട്ടാനായിട്ട് 1/2 കപ്പ് പാലാണ് കേട്ടോ വേണ്ടി വന്നത്. ഈ ഒരു പാകത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് ചേർക്കണത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും ഒക്കെ ഇതുപോലെ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യിലാണ് കേട്ടോ ഇത് റോസ്റ്റ് ചെയ്ത് ചേർത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഈ സമയം ഇതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോഴും ഇതിന് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇപ്പോൾ ഇതിന് നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇതിങ്ങനെയൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണത്. ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ട് നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പാകത്തിനുള്ള ചൂടാകുന്ന സമയത്ത് നമുക്കിത് ഷേപ്പാക്കിയിട്ടെടുക്കാം. ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് ഇത് ചെയ്തിട്ടെടുക്കുന്നത്. എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ബോൾസാക്കിയിട്ടെടുക്കാം. ഒത്തിരി ചൂട് പോയിട്ടല്ല, ചെറിയൊരു ചൂടോട് കൂടി തന്നെ വേണം കേട്ടോ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട്. കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് പിസ്തയും കൂടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡുവാണ് കേട്ടോ ഇത്. അമൃതം പൊടി വെച്ചുണ്ടാക്കിയതാണെന്ന് പറയേയില്ല. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും. ഒരു തവണയിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ കേട്ടോ. താങ്ക്